ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയി മാറിയ റംബൂട്ടാൻ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം. ആദ്യമേ തന്നെ റംബൂട്ടാനെ കുറിച്ച് 2 വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഈ റംബൂട്ടാൻ എൻ്റെ വീട്ടിലെ റംബൂട്ടാൻ കോർണറിൽ നിന്നല്ല, നല്ല പൊന്നും വില കൊടുത്ത് കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാട്ടോ. എനിക്ക് തോന്നുന്നു ഈ റംബൂട്ടാൻ ഏഷ്യൻ രാജ്യത്ത് നിന്ന് കാട്ടനായിട്ട് ഇങ്ങോട്ടേക്ക് അയക്കുന്നതാണെന്നാണ്. അല്ലാതെ ഇവിടെ നാട്ടിലെ പോലെ മരം വേരോടെ പിഴുത് ഇവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. അത് പിന്നെ എങ്ങനെ തന്നെ എത്തിയതാണെങ്കിലും നമുക്ക് നമ്മുടെ റെസിപ്പി നോക്കാം. നമ്മുടെ ഈ റംബൂട്ടാൻ സ്പെഷ്യൽ കോക്ടെയിലിന് ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് ആവശ്യമുള്ളത്. നല്ല പഴുത്ത റംബൂട്ടാൻ 7 എണ്ണം വേണം. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കിലോ കണക്കിനൊക്കെ കാണുമായിരിക്കും, പക്ഷെ നമ്മുടെ ഈ കോക്ടെയിലിനാകെ ഇത്രയും മതി കേട്ടോ. റംബൂട്ടാൻ്റെ പുറമോടിയല്ല നമുക്ക് ആവശ്യമെന്ന് അറിയാലോ. അപ്പോൾ ഓരോന്നായിട്ട് തൊണ്ട് പൊളിച്ച് അതിനുള്ളിലുള്ള ഫ്ലഷ് എടുത്തോളുക. നമ്മുടെ വീട്ടിൽ ഒരു സാധനം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം അല്ലെങ്കിൽ പ്രയോജനം ആ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ എൻ്റെ വീട്ടിലാകെ ഉള്ളത് 2 പേരാണ്. ആ 2 പേർക്കുള്ള അളവാണ് ഞാനിതിൻ്റെ അകത്ത് പറയുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. ഇനി അതിൻ്റെ ഫ്ലഷ് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക, എന്നിട്ടുള്ള ആ കുരു അങ്ങ് കളഞ്ഞോളുക. അങ്ങനെ നമ്മുടെ സ്റ്റാർ ഓഫ് ദ റെസിപ്പി അവസാനം ഈ പരുവം വരെ എത്തി. ഇനി വേണ്ടത് നാരങ്ങയാണ്. കാര്യം നമ്മുടെ റെസിപ്പിയിലെ താരം റംബൂട്ടാനാണെങ്കിലും അതൊരു അടാർ ഐറ്റം ആവണമെങ്കിൽ ഇതുപോലെ താരമൂല്യമുള്ള കുറച്ച് സാധനം കൂടി അതിൻ്റെ ഒപ്പം വേണം. നാരങ്ങ 1 എണ്ണം തന്നെ ധാരാളമാണ് കേട്ടോ. നാരങ്ങയുടെ ഒപ്പം അതേ സ്റ്റാർഡും ഡിമാൻഡും ഉള്ള പുതിനയില കൂടി എടുത്തോട്ടോ. ഇനി നമ്മൾ കോക്ടെയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന വലിയ ഗ്ലാസ് നമ്മൾ ഈ കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന പോലത്തെ വലിയ ഗ്ലാസ്സാണ്. ഷെയ്ക്കറാണ് കേട്ടോ, കോക്ടെയിൽ ഷെയ്ക്കറാണ്. അതിലേക്ക് നമ്മൾ ലിച്ചിയുടെ പൾപ്പ് ഇടുക, അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇടുക, പിന്നെ പുതിനയില. ഇനി നമ്മുടെ പഞ്ചാരയ്ക്ക് അനുസരിച്ചുള്ള ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. ഇനി വേണ്ടത് ഒരു നുള്ളു ഉപ്പ്. കോക്ടെയിൽ മട്ട്ലർ കൊണ്ടോ അല്ലെങ്കിൽ നല്ല കത്തിയുടെ പുറകോശം കൊണ്ടോ നന്നായിട്ടൊന്ന് ചതച്ചു കൊടുക്കുക. ഇപ്പം ചതയുടെ ആവശ്യത്തിനുണ്ട്. ഇനി വേണ്ടത് ഐസാണ്. ഇത്രയും ചതച്ചതല്ലേ പാവം, ക്ഷീണം കാണും. അപ്പോൾ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ഉണ്ടാവുമല്ലോ. ഇനി ഈ ഷേക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടുകയോ അല്ലെങ്കിൽ വേറൊരു ഗ്ലാസ് വെച്ച് മൂടുകയോ ചെയ്തിട്ട് നന്നായിട്ട് കുലുക്കുക. നമ്മുടെ കുലുക്കി സർബത്തൊക്കെ കുലുക്കുന്ന പോലെ. കോക്ടെയിലൊക്കെ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സല്ലേ, അല്പം രാജകീയ പ്രൗഢിയോട് തന്നെ ഇരുന്നോട്ടെ. സൈഡിൽ ഇതുപോലെ നാരങ്ങ കൊണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു പ്ലേറ്റിൽ നല്ല പഞ്ചസാര നിരത്തി ഇതുപോലെ മുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, അങ്ങനെ നമ്മുടെ ഗ്ലാസ് നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുലുക്കലൊക്കെ കഴിഞ്ഞു. കോക്ടെയിൽ മിക്സ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പകർത്തി കൊടുക്കാം. ഇനി വേണ്ടത് സോഡയാണ്. ഏറെ തള്ളിവിടാനേ സോഡ ബെസ്റ്റാണ്. അപ്പോൾ തള്ളിൻ്റെ അളവിനനുസരിച്ച് സോഡ ചേർത്തോട്ടോ. ഒരു കോക്ടെയിൽ റെഡിയായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള മിക്സ് വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും 2 ഗ്ലാസ്സിൽ ഒഴിച്ചെന്തിനാണ്. അതിനുള്ള കാരണമാണ് ഇത്. ഈ കഥയിലെ നായകൻ റംബൂട്ടാൻ ഉപയോഗിച്ചുള്ള കോക്ടെയിൽ ആണെങ്കിലും അത് കോക്ടെയിൽ ആവണമെങ്കിൽ ഇവൻ തന്നെ വേണം, വൈറ്റ് റം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ റംബൂട്ടാൻ ഉണ്ടെന്ന് അറിയിക്കുകയല്ലോ നമ്മൾ ലക്ഷ്യം, കോക്ടെയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ നമ്മുടെ ആൽക്കഹോളിക് ആയിട്ടുള്ള കോക്ടെയിലും
നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള കോക്ടെയിലും റെഡി ആയിരിക്കുകയാണ്. ഒരു റംബൂട്ടാൻ വെച്ച് തന്നെ 2 കോക്ടെയിൽ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? എന്ത് സാധനമായാലും ഓരോന്നിനും ഒരളവുണ്ട്, പരിധിയുണ്ട്. ആ പാകത്തിൽ ചേർത്താൽ കുഴപ്പമില്ല. അല്ലാതെ കയ്യിൽ കിട്ടുന്നൊക്കെ വാരി കോരി ഇട്ടാൽ റംബൂട്ടാനാണേലും റമ്മാണേലും ഇഷ്ടപ്പെട്ട പോലെ തന്നെ വെറുപ്പിച്ച് കളയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം പുതിയ വേറിട്ട രുചികളും കാഴ്ചകളുമായി വീണ്ടും കാണാം. ബൈ.